നമസ്കാരം പ്രിയമുള്ളവരെ. SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിൽ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൊതുവെ നിരവധി വട്ടം കേട്ടെങ്കിലും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ പലർക്കുമില്ല. ഒരുപാട് പേർക്ക് ആശങ്കയുണ്ട്, എന്താകും, എൻ്റെ വോട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടിയെ പ്രതികരിച്ച് ഞങ്ങൾ ചീഫ് ഇലക്ഷൻ ഓഫീസറെ കണ്ട് വിശദമായ ചർച്ച നടത്തിയിരുന്നു. അപ്പോഴാണ് ഇതിന്റെ വലിയ ആഴത്തിലുള്ള അപകടം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനോടകം വോട്ടർ പട്ടികയിൽ നിന്നും 24 ലക്ഷം ആളുകളെ അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് 2025 വരെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ 24 ലക്ഷം ആളുകളെ അവര് SAD എന്ന് പറഞ്ഞ ഷിഫ്റ്റ്, ഡെത്ത് അല്ലെങ്കിൽ ആബ്സെന്റ്, ASD എന്ന് പറയുന്ന പേരിൽ ഒന്നുകിൽ ആളില്ല, അല്ലെങ്കിൽ ആള് മാറിപ്പോയി, അല്ലെങ്കിൽ മരിച്ചു എന്ന പേരിൽ 24 ലക്ഷം ആളുകളെ മാറ്റിക്കഴിഞ്ഞു. അതിനുശേഷം ഏതാണ്ട് 19 ലക്ഷം ആളുകളെ നോ മാപ്പിംഗ് എന്ന പേരിൽ, അതായത് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ പേരുള്ളതിൽ തന്നെ 19 ലക്ഷം ആളുകളെ നോൺ മാപ്പിംഗ് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ്. അതുകൂടാതെ മറ്റൊരു 18 ലക്ഷം ആളുകളെ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന പേരിൽ, അതായത് പേരിലോ ഡോക്യുമെന്റിലോ പൊരുത്തക്കേടോ തെറ്റുകളോ ഉണ്ട് എന്ന പേരിൽ മറ്റൊരു 18 ലക്ഷം ആളുകളെ മറ്റൊരു ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയാണ്. അവസാന വോട്ടർ പട്ടിക വരുമ്പോൾ ഇതിൽ ഈ 18 ലക്ഷവും 19 ലക്ഷത്തിലും വന്ന ആളുകൾ എത്ര പേരുണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഈ കാര്യങ്ങളുടെ ആശങ്കയെല്ലാം ഞങ്ങൾ ചീഫ് ഇലക്ഷൻ ഓഫീസറോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് BLOമാർ ഇത് കറക്റ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചൊരു ജനാധിപത്യ രാജ്യത്ത്, ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരന്റെ ഏറ്റവും വിലയേറിയ അവകാശമാണ്, വിലപ്പെട്ട അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോയാൽ നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണെങ്കിലും, നിങ്ങൾ എല്ലാ നിലയിലും നികുതി നൽകുന്നുണ്ടെങ്കിലും, രാജ്യത്തിന്റെ ഭാഗമായിരുന്നാലും ഒരുപക്ഷെ നിങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങളുടെ അവകാശം വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. ബീഹാറിൽ 65 ലക്ഷം ആളുകൾ പുറത്തുപോയി, ബംഗാളിൽ അതിലേറെ ആളുകൾ പുറത്തുപോയി, UPയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്ത് 2 കോടി ആളുകൾക്ക് വോട്ടില്ലാത്ത സ്ഥിതി ഉണ്ടായി. കേരളത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത് എന്നതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ജാഗരൂകരായിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് ഇന്ന് സുപ്രീം കോടതി അടക്കം ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയുടെ ലിസ്റ്റ് ഇതുവരെയും BLAമാർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ പൊതുപ്രവർത്തകർക്കോ തരാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ആ ലിസ്റ്റ് തരേണ്ടതായി വരും. നോ മാപ്പിംഗ് എന്ന് പറയുന്ന ലിസ്റ്റിലുള്ള 19 ലക്ഷം ആളുകളുടെ ഡീറ്റെയിൽ പല പഞ്ചായത്തുകളിലും പല പ്രദേശങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് നമുക്ക് ചോദിച്ചു വാങ്ങാനും പരിശോധിക്കാനും അവകാശപ്പെട്ടതാണ്. ഏതാണ്ട് 60 ലക്ഷത്തോളം ആളുകളാണ് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ കേവലം 2.7276